ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ്. നമസ്കാരം. നമുക്കൊപ്പം ഇന്നുള്ളത് സംസാരിക്കാൻ ഏറെ ഇഷ്ടമുള്ള, എഴുതാൻ ഏറെ ഇഷ്ടമുള്ള, അതിലേറെ നമുക്കൊക്കെ കേട്ടിരിക്കാൻ ഇഷ്ടമുള്ള ജോസഫ് അന്നംകുട്ടി ജോസാണ്. നമസ്കാരം. ഹായ്. എങ്ങനെയുണ്ട്? സുഖമായിട്ട് പോകുന്നു? ഞാൻ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സുഖമാണ്, സന്തോഷമാണ്. സന്തോഷമായിട്ട് പോകുന്നു. ഇപ്പൊ 2025 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു. എന്നാലും ഞാൻ പുതിയൊരു വർഷത്തെ പറ്റി ഒന്ന് ചോദിക്കുകയാണ്. സാധാരണയായി ആളുകൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, പുതിയൊരു വർഷം വരുമ്പോൾ പുതിയ ഞാൻ എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ, റീഇൻട്രൊഡ്യൂസ് ചെയ്യും നമ്മൾ ഓരോരുത്തരെ, നമ്മളെ തന്നെ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ 2025 ഞാൻ എന്നെ തന്നെ ഒന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് ജോസഫിന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ ചിന്തയില്ല. ഞാനെപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് ഒന്ന് ഭേദപ്പെട്ട എന്തിലേക്ക് കിടക്കാൻ ഒരു തിങ്കളാഴ്ച ആയാലും മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങണം, അറിയണം എന്നൊന്നും ചിന്തയൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. പിന്നെ ചിന്തിച്ചിട്ടുള്ളത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എഴുതണം എന്നുള്ളതാണ്. ഈ 4 വർഷം കൂടുമ്പോഴൊക്കെയാണ് ഒരു ബുക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി വേണമെങ്കിൽ ഒന്ന് കൂട്ടാലോ എന്നൊരു ചിന്ത മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ. അതുകൊണ്ട് 2025 വെൽ പ്ലാൻഡ് ആണ്. നമുക്കൊരു 2 ബുക്കുകൾ മലയാളത്തിലും അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലും ഇറങ്ങുന്നുണ്ട്. ഇതൊരു ബുക്കിൻ്റെ ഒരു വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബുക്കിന്റെ വർഷമായിരിക്കും. അപ്പം എഴുത്തിലേക്ക് പൂർണ്ണമായിട്ടും തിരിയാണോ, അതോ പബ്ലിക് സ്പീക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ടോക്കും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും? പബ്ലിക് സ്പീക്കിംഗ് ഡെയിലി നമ്മുടെ റുട്ടീൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. ഇൻ ദ സെൻസ് അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവിടെ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കോളേജുകളിൽ ഇനാഗ്രേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോർപ്പറേറ്റിന് ചെറിയ സ്റ്റോറി ടെല്ലിംഗ് സെഷനൊക്കെ ആയിട്ട് അത് സൈഡിൽ കൂടെ ഇങ്ങനെ ആഴ്ചയിലോ ഒന്നൊക്കെ വെച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫ് ഉണ്ട്. എഴുത്ത് അഗെയിൻ സമയം എടുത്ത് നമ്മൾ അതിന് വേണ്ടി സമയമൊക്കെ മാറ്റി വെച്ച് എഴുത്ത് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുമിച്ചാണ്. എഴുതുമ്പോഴാണോ ജോസഫിന് പൂർണ്ണ ഒരു കുറച്ചുകൂടി സന്തോഷം തോന്നുക, അതോ സംസാരിക്കുമ്പോഴാണോ? സന്തോഷം തോന്നുന്നത് സംസാരിക്കുമ്പോഴാണ്. അത് സംസാരിക്കുന്നതെന്ന് പറയുന്ന ഒരു വേദിയിൽ നമ്മൾ ക്രൗഡിൻ്റെ ഇടയിലൂടെ നടന്ന് അല്ലെങ്കിൽ അവരെ നോക്കി നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇൻസ്റ്റന്റ് റെസ്പോൺസസ് ആണല്ലോ. ഇപ്പം നമ്മുടെ തമാശ പറയുന്നുണ്ടെങ്കിൽ അത് വർക്കായി നമുക്ക് ലൈവായിട്ട് അറിയാൻ പറ്റും. നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട്, തമാശ വീഡിയോ ഇട്ടിട്ട് അതിന് താഴത്തെ കമൻറ്റ് ചിലപ്പോൾ നമുക്ക് അറിഞ്ഞൂടാം. ചിലപ്പോൾ ചിരിച്ചവൻ വരെ എന്തെന്ന് ചളിയാന്ന് ചിലപ്പോൾ പറയും. ചിലപ്പോൾ ചളിക്ക് ചേട്ടാ അടിപൊളി കോമഡിയാന്ന് പറയും. നമുക്ക് ഒരു തരത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കമൻറ്റുകൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ വേദിയിൽ നിന്ന് സംസാരിക്കുക ദാറ്റ്സ് ലൈഫ്. ഞാൻ ലൈവായിട്ട് കാണണം. അതുകൊണ്ട് അതിന് എനിത്തിങ് ദാറ്റ് ഈസ് ഒറിജിനൽ അട്രാക്ട്സ് മീ. എനിക്ക് അതുകൊണ്ട് കുറെ കൂടി തോന്നുന്നത് വേദിയിൽ നിന്ന് സംസാരിക്കുന്നതാണ്. എഴുത്തിൽ ധ്യാനമുണ്ട്. നമ്മളിങ്ങനെ ആഴത്തിൽ പോയി നമ്മളെ തൊട്ട അനുഭവങ്ങൾ നമ്മൾ എഴുതുന്നു. ചിലപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരാൾ നമ്മളോട് എടുത്ത് പറയാണ്, ചേട്ടാ ആ മണം എന്നുള്ള ചാപ്റ്ററിൽ ആ കൃഷ്ണൻ്റെ ക്യാരക്ടർ ലാസ്റ്റ് പോകുന്ന ഡയലോഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റൂമിലിരുന്ന് എഴുതിയൊരു സാധനമാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ഉള്ളിൽ കൊളുത്തി വലിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹാപ്പിനെസ്. സന്തോഷം എനിക്ക് തോന്നുന്നു പബ്ലിക് സ്പീക്കിംഗ് ആണ്. എഴുത്തിലേക്ക് തിരിയുന്ന സമയത്ത്, അതായത് ആദ്യം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളായി ആളുകൾക്കിടയിലേക്ക് വരുന്നു, പിന്നെ എഴുത്തിലേക്ക് തിരിയുന്നു. ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ കാണുന്നുണ്ട്. ആദ്യം MBAക്ക് പോയ ഒരാൾ, അതേപോലെ തന്നെ BCom ചെയ്യുന്നു, MBA ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാൾ പിന്നീട് വേറെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ പ്രൊഫഷൻസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പാഷനേറ്റ് ആയിട്ട് വീണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. കുടുംബത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ്. ഞാൻ എപ്പോഴും ഒരു ഫാമിലി പേഴ്സൺ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് ജോസഫിനെ. അപ്പം ആ ഒരു മാറ്റങ്ങളെല്ലാം എങ്ങനെയാണ് ജോസഫ് കണ്ടിരുന്നത്? ഇവിടെ എല്ലാ കുടുംബത്തിലും 2-3 മക്കളോ കുടുംബത്തിലാണെങ്കിൽ ഒരാൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കുടുംബത്തിലെ ഞാനാണ്. എന്ന് വെച്ചാൽ എൻ്റെ ജനനം പോലും അവർക്കൊരു സർപ്രൈസ് ആയിരുന്നു എന്നാണ് അവർ എന്നോട് പറഞ്ഞിട്ടുള്ളത്, അപ്പനും അമ്മയും. പിന്നെ അമ്മ ചിന്തിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഇപ്പോൾ വളർന്ന് വലുതാവും, ഈ നേരത്തെ ഇതെങ്ങനെ സംഭവം, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഇവർ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ സെമിനാരിൽ പോകുന്നു. പിന്നെ സെമിനാരി വേണ്ടെന്ന് വയ്ക്കുന്നു. BCom പഠിക്കാൻ ബാംഗ്ലൂർ വന്നു, MBA ചെയ്യുന്നു. പിന്നെ നല്ലൊരു ജോലി കിട്ടുന്നു, അത് വേണ്ടെന്ന് വയ്ക്കുന്നു. RJ ആവുന്നു, അതും വേണ്ടെന്ന് വയ്ക്കുന്നു. അപ്പോൾ അവർക്ക് ഞാൻ നോക്കുമ്പോൾ വെറുതെ പറയുകയാണെങ്കിൽ എൻ്റെ ജനനം തുടങ്ങി ഇതുവരെ ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ് ഫോർ ദം. നമുക്ക് ചങ്കിൽ കൈവച്ച് പറയാവുന്നൊരു കാര്യം ഇന്ന് വരെ അവർക്ക് സന്തോഷിക്കാവുന്ന സർപ്രൈസുകളെ കൊടുത്തിട്ടുള്ളൂ. ടെൻഡേറ്റീവ്ലി വല്ലപ്പോഴും ചില വേദനകൾ, MBAക്ക് തോറ്റതോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ജോലി നല്ലത് വേണ്ടെന്ന് വയ്ക്കുമ്പോൾ അവർക്ക് ഒരു പാരൻസിന് ഉണ്ടാകുന്ന ഒരു കൺസേൺ അപ്പുറത്തോട്ടായിട്ട് അവരിതിനെ മാറി നോക്കുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് എന്ന് സന്തോഷപൂർവ്വമാണ് പറയുന്നത്. ഇപ്പം ചിലർ ചോദിക്കും, ഇപ്പം ഞാൻ മാസം 70,000 സാലറി ഉണ്ടായിരുന്ന ജോലി ഞാൻ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ പലരും കസിൻസ് ചോദിക്കുന്നു, അവൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്, ഇത്രയും നല്ല ജോലി നാട്ടിൽ നിന്ന് പോയി വരാമെന്ന്. അല്ല, അവൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. അവൻ അതെന്തിനും കണ്ടിട്ടുണ്ടാവും. ഭയങ്കര നമ്മൾ ഇന്ന് വരെ ഒരു പോയിന്റിങ് ഫിംഗറിൽ എൻ്റെ പാരൻസ് നിർത്തിയിട്ടില്ലെന്നുള്ളതാണ് ഞാൻ അവരിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പാരൻറ്റിങ് ക്വാളിറ്റി. ഇങ്ങനെ ചൂണ്ടിയിട്ട് നീ ഒരുത്തം കാരണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ഇന്ന് വരെ കംപ്ലീറ്റഡ് ആയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ചേട്ടന്മാരുടെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടാ, ഞാനത് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യപൂർവ്വം തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടിൽ ദേ ആർ ഹാപ്പി.
ഈ ഒരു ക്വാളിറ്റി ഓഫ് പേരന്റിങ് ഉണ്ടല്ലോ ഇപ്പൊ സംസാരിച്ചതുപോലെ, ഇത് സാധാരണ ആളുകളിലേക്ക് എത്തും. ഇപ്പം പലരും ഈ ടോക്സിക് പേരന്റിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ശരിക്കും ജോസഫ് ഇപ്പൊ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും ഇങ്ങനെ വളർത്തി, അതിന്റെ ഒരു വലിയൊരു എന്താണ് റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ഷൻ ജോസഫിന്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ കുട്ടികൾ ഇനി ഇപ്പോൾ ഉള്ള കുട്ടികൾ, അവർക്കൊക്കെ ഈ പറയുന്ന ടോക്സിക് പേരന്റിങ് ഫേസ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അവർ പേരൻസ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടായിരിക്കും. എനിക്കത് പറയാൻ മോറലി റൈറ്റ് ഇല്ല, കാരണം ഐ എം നോട്ട് എ മാരീഡ് പേഴ്സൺ, ഐ ഡോണ്ട് ഹാവ് കിഡ്സ്. പിന്നെ നമുക്ക് ധൈര്യവും പറയാൻ പറ്റുന്നത് നല്ലൊരു അപ്പനും അമ്മയും എനിക്കുണ്ടായിരുന്നു. അവർ എന്നെ വളർത്തിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് പരാതികളില്ല. അപ്പം ഇന്നത്തെ കാലത്ത് എങ്ങനെ പിള്ളേരെ വളർത്തും, ഐ എം നോബഡി ടു മേക്ക് എ കമൻറ്റ് ഓൺ ഇറ്റ്. പക്ഷേ ആസ് എ പേഴ്സൺ ഹൂ എക്സ്പീരിയൻസ്ഡ് ദിസ് കൈൻഡ് ഓഫ് ക്വാളിറ്റി പേരന്റിങ്, അതിൽ എനിക്ക് പറയാവുന്ന, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പബ്ലിക്കലി എൻ്റെ അപ്പനും അമ്മയും എന്നെ ഇന്നുവരെ ഹ്യൂമിലേറ്റ് ചെയ്തിട്ടില്ല. നിനക്ക് നാണാവില്ല, നീ അവനെ കണ്ട് പഠിക്കുന്ന എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ മൂത്ത ചേട്ടന്മാരോട് ഞാൻ ചോദിക്കേണ്ടിയിരിക്കുന്നു. ദിസ് ഈസ് വെരി പേഴ്സണൽ. ജോലി രാജിവെച്ച് വന്നപ്പോൾ അല്ലെങ്കിൽ ഈ സെമിനാരിൽ പോയിട്ട് ഒരാൾ നിർത്തിപ്പോകുമ്പോൾ പൊതുവെ ഒരു നാണക്കേട് കുടുംബത്തിന് ഉണ്ടാവാറുണ്ടെന്നൊക്കെയാണ് പറയാം. എൻ്റെ അപ്പച്ചൻ എനിക്ക് എടുത്തു തന്നത് അന്നൊരു 2000 രൂപ എടുത്തു തന്നിട്ട്, നീ കുറേ സിനിമയൊക്കെ കാണും, നീ 2 ഡ്രസ്സൊക്കെ വാങ്ങി. 2007 അന്ന് 2000 കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു പാൻറ്റും വേണമെങ്കിൽ ഒരു സിനിമയൊക്കെ കാണാം. നീ പഴയ പോലെ ടീഷർട്ട്, നല്ല നിനക്ക് ഇഷ്ടമുള്ള ടീഷർട്ടൊക്കെ ഇട്, ഇഷ്ടമുള്ള. എന്നിട്ട് സെമിനാരിൽ നിന്ന് ഇറങ്ങി 2 ദിവസം ഞാൻ ഇട്ട പാൻസിൽ 2-3 പോക്കറ്റൊക്കെ ഉള്ള പാൻസാണ്, അതുവരെ പ്ലെയിൻ പാൻറ്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഫാദറിന് കൃത്യമായ സങ്കടമുണ്ട്. ഫാദറിൻ്റെ ഒരു ഡ്രീമിൻ്റെ ഭാഗമായിരുന്നു ഞാൻ പ്രീസ്റ്റ് ആവുക എന്നുള്ളത്. ആ ഡ്രീമിനെ നിഷേധിക്കപ്പെട്ടപ്പോൾ എൻ്റെ ഒപ്പം തന്നെ എൻ്റെ സീനിയർ ആയിട്ടുള്ളൊരു ആൾ, നമ്മൾ ബ്രദർ എന്ന് വിളിക്കുക, അയാൾ സെമിനാരിൽ നിന്ന് പോന്നപ്പോൾ 6 മാസം അയാളെ വീട്ടിൽ കയറ്റിയില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ ഫാദർ റെക്ടർ സെപ്പറേറ്റ് റൂം എടുത്ത് താമസിപ്പിക്കുകയായിരുന്നു. അച്ഛനാവാൻ പറ്റാത്ത നീ ഞങ്ങളുടെ വീട്ടിൽ കയറണ്ടെന്ന് ഒരു അപ്പനും അമ്മയും പറയുമ്പോൾ, അതേസമയം എൻ്റെ അപ്പനെനിക്ക് 2000 രൂപ എടുത്തിട്ട് നീ സിനിമയൊക്കെ കാണാ, നീ എനിക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്, വേദനിച്ചിട്ട് തന്നെയായിരിക്കും പറയണ്ടാവുക. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഹോം പേഴ്സൺ എന്ന് ചോദിച്ചാൽ, ഞാൻ എന്തുകൊണ്ട് വീട് വിട്ട് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ, ഐ എം പേയിങ് ദം ബാക്ക്. കാരണം ഒരുപാട് സ്നേഹിക്കപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും സ്വന്തം പാരൻസിനെ നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് എത്രയോ അവസരങ്ങളൊന്നും ഓസ്ട്രേലിയയിൽ പോകാൻ അവസരങ്ങളുണ്ട്. ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ആർജയായിട്ട് തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നല്ല പൈസയുടെ ഓഫറുകൾ വരുന്നുണ്ട്. പക്ഷെ വീട്ടിലായിരിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് വീട്ടുകാർക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അപ്പനമ്മയ്ക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോകുക. ഞാൻ അതിലത്തൊക്കെ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, സ്നേഹം കാണുന്ന ഒരാളാണ്. ഇപ്പം എന്തുകൊണ്ട് എന്തായിരുന്നു ഏറ്റവും ബെസ്റ്റ് പാരൻറ്റിങ് എന്നെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ, ദേ നെവർ ഹ്യൂമിലേറ്റഡ് മീ. എന്നൊരു ചൂണ്ടുവരൽ മുമ്പിൽ എന്നെ നിർത്തിയിട്ടില്ല. വലിയ ഇപ്പോൾ എൻ്റെ വിവാഹത്തിൻ്റെ കാര്യം പോലും ഞാൻ പറയാം, അമ്മ എനിക്ക് ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് കൺവിൻസ്ഡ് ഇനഫ് ആസ് ഓഫ് നൗ. ഒരു കൂട്ടൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചെയ്യുന്നത്, ബട്ട് പ്രോപ്പറായിട്ട്. പക്ഷെ അവരൊരിക്കലും നീ എൻ്റെ പൊന്നുമോനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ലാഗ് ചെയ്തിട്ടില്ല. ചില ആളുകൾക്ക് ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ വീടുകളിൽ നടക്കാം. എത്ര പേര്, എൻ്റെ എത്ര സുഹൃത്തുക്കളെ എനിക്കറിയാം. നമ്മളതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പാരന്റിങ് എന്ന് പറയുന്നത് നമ്മളെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എത്രത്തോളം സ്നേഹം നിറച്ചു എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ. നമുക്കിവിടെ ഈ കിഡ്നി പോലെ 2 ഇങ്ങനെ, അതിന് 2 ഇങ്ങനെ ഒരു ബാഗ് പോലെ കാണുകയാണെങ്കിൽ നമ്മളിതിനകത്ത് എത്രത്തോളം ഇങ്ങനെ സ്നേഹം നിറച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആ നിറച്ച സ്നേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു. അതിപ്പോൾ ഹൃദയമായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഹൃദയം ഒരു പാത്രമായിട്ട് കരുതാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ പാരൻസ് ഏറ്റവും നിറച്ച സ്നേഹമാണ്. മുൻവിധികളോ കുറ്റപ്പെടുക, ഓഫ് കോഴ്സ് തല്ലുകൾ, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കോറിൽ, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, കോറിൽ എൻ്റെ അപ്പൻ ആരാണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ കൈൻഡ് മാൻ. കോറിൽ എൻ്റെ അമ്മ ആരാണെന്ന് വെച്ചാൽ വെരി സെൻസിബിൾ വുമൺ. അതുകൊണ്ട് എനിക്ക് ഞാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ അവരെക്കുറിച്ച് പറയാറുണ്ട്. കാരണം ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്ക് ആർക്കും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ പറ്റുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബന്ധങ്ങളെ പറ്റി പറയുമ്പം എപ്പോഴും ജോസഫിൻ്റെ ടോക്കുകളിലായിക്കോട്ടെ, പുസ്തകങ്ങളായിക്കോട്ടെ, ബന്ധങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ബന്ധങ്ങൾ, സ്നേഹം, ഇതേപോലെയുള്ള മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കുറേ വികാരങ്ങൾക്ക് എപ്പോഴും ഇത് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകൾ, ഇപ്പം നമ്മൾ ന്യൂസ് റൂമിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വാർത്തകൾ കാണുമ്പോൾ പണ്ടുള്ളതിനേക്കാളും ഈ ക്രൈമുകളെല്ലാം തന്നെ ഉറ്റവരും ഉടയവരുമാണ് ഇപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ചിലപ്പോൾ മാതാപിതാക്കളാവാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മനുഷ്യരാവാം, സ്നേഹിച്ച ആളായിരിക്കാം. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നതായിട്ടുള്ളൊരു പ്രവണത നമുക്കിടയിൽ വരുന്നത്, അതെന്തായിരിക്കും? ആ ഒരു ജോസഫിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തായിരിക്കും ആ ഒരു പെട്ടെന്നൊരു സഡൻ ആയിട്ട് ഈ പറയുന്നത് പോലെ റിലേഷൻസിലുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മനുഷ്യരിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും വരിക? നോട്ട് അബൌട്ട് ബ്ലഡ് റിലേഷൻസ് ഓർ ലവ്, ബട്ട് ഇൻ ഓൾ കൈൻഡ് അത് വരുന്നുണ്ട്. അതെന്തായിരിക്കും എന്നാണ് എനിക്കൊന്ന് പണ്ട് കാലഘട്ടങ്ങളിൽ ഇതുണ്ടായിരുന്നു. നമുക്ക് ആ ന്യൂസിനോടൊരു ആക്സസ് ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം. ഒന്ന് ഇമാജിൻ ചെയ്യൂ ഭവനെ, നമുക്ക്
പണ്ട് ആക്കുഴി ഉണ്ടായിരുന്ന ഒരു ദൂരദർശൻ ചാനലാണ്. പിന്നെ 2 മേജർ പത്രങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് എത്ര ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെയുണ്ട്. മൊബൈലുള്ള എല്ലാവരും ഒരു ന്യൂസ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടം. അവിടെ ഇവിടെ നടക്കുന്ന എല്ലാ ക്രൈമുകളും അതിൻ്റെ ഒരു ലെവൽ വിട്ടും എക്സാജറേറ്റ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഇത് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം അധ്യാപകനോട് വിദ്യാർത്ഥി പറയുന്നത് നിങ്ങളെ പുറത്തിറങ്ങി അവിടെ വെച്ച് തീർക്കുമെന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് വിദ്യാലയത്തിൽ വെച്ച് തന്നെ അധ്യാപകനെ വെട്ടിക്കൊന്നിട്ടുണ്ട് പഴയ കാലഘട്ടത്തിലും. അപ്പം ഈ മനുഷ്യൻ്റെ ഉള്ളിലെ ഈവിൾ എന്ന് പറയുന്നത് പണ്ട് കാലം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സംഭവിക്കുന്നത് ഇത് നിരന്തരം കേട്ട് 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 നമുക്ക് അതിൻ്റെ ഒരു ഗ്രാവിറ്റി വേണമെങ്കിൽ കൊല്ലാന്നൊരു ഇത് സ്ഥിരം ഒരു കാര്യം കേട്ട് കേട്ട് നമുക്ക് പുതുമയില്ല ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഭയങ്കര വലുതാണ്. ഇപ്പം ഈ അടുത്തിടയ്ക്കൊരു പയ്യൻ്റെ ആത്മഹത്യ, കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചതൊരു വാർത്തയാവുന്നു. അവൻ റാഗിങ് നേരിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ പ്രണയത്തിൽ നിന്ന് ഒഴിവാക്കാൻ വിഷം കൊടുത്ത് കൊല്ലുന്നു, സീനിയറെ കത്തിക്ക് കുത്തി കൊല്ലുന്നു. എനിക്കൊക്കെ തോന്നുന്നത് ഇതിൻ്റെയൊക്കെ റൂട്ടിലേക്ക് നമ്മൾ പോകേണ്ടത്. കുഞ്ഞുനാളിൽ ഞാനും എനിക്ക് എപ്പോഴും പറയുമ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് എല്ലാ നേരം ഞാൻ കുടുംബം തന്നെ പറയാണ്. വേറെ എന്ത് എക്സാമ്പിൾ എനിക്ക് പറയാനുള്ള വേറെ ഇല്ല. ഞാൻ എൻ്റെ രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ചർച്ചകളിൽ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ കാണുന്നത് ബി കൈൻഡ് എന്നുള്ളതാണ് കേൾക്കുന്നത്, കൂടുതലും കേട്ടിട്ടുള്ളത്. എൻ്റെ ഫാദറെ ചിലപ്പോൾ അടുത്തുള്ള ഒരാൾ തെറി പറയുമ്പോൾ അതേ നാളത്തിൽ തെറി പറയണ്ട, മാക്സിമം ക്ഷമിക്കുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇതിനെ മാന്യമായി ചോദ്യം ചെയ്യുക. അതിൻ്റെ അപ്പുറത്തോട്ട് ഒളിഞ്ഞും പാത്തു നിന്നൊരു പണി കൊടുക്കുക എന്നത് ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. അല്ലെങ്കിൽ ഒരു വരുന്ന ഒരാളോട് കുറച്ച് കൈൻഡായിരിക്കുക, അത് ചെയ്ത് കൊടുത്തേക്ക് എന്ന് പറഞ്ഞ്. ഈ വാല്യൂസ് ആർ നോട്ട് ടോട്ട് ബട്ട് കോട്ട് എന്നൊരു വാചകമുണ്ട്. മൂല്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതല്ല, കണ്ടുപഠിക്കണം. ഇപ്പം നമ്മൾ മകനോട് പറയാണ് നീ മൊബൈൽ കുത്തിരിക്കുന്നതിനോട് നിനക്ക് നല്ലൊരു പുസ്തകം വായിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ മകൻ തിരിച്ചു ചോദിക്കണം അമ്മ ലാസ്റ്റ് വായിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അമ്മയുടെ ഉത്തരം ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് പറയാൻ എളുപ്പമാണ്, നീ എങ്ങനെയായിരിക്കണം, നീ അങ്ങനെ ചൂടാവരുത്, അങ്ങനെ കള്ളത്തരം പറയരുത്. അപ്പനും അമ്മയും കള്ളത്തരം പറയുന്നത് ഇതെല്ലാം റിസീവർ വെച്ച് നടക്കുന്നതാണ് നമ്മുടെ പിള്ളേരെല്ലാവരും. സീക്രട്ട് എന്ന പുസ്തകത്തിൽ പോലും പറയുന്നത് നമ്മുടെ ശരീരം ആൻറ്റീനിയാണെന്ന് പറയാം. ഇപ്പോൾ ഭാവനയ്ക്ക് ഇഷ്ടമുള്ള ഇവിടുത്തെ ഒരു കൊളീഗ് വരുമ്പോൾ ഭാവന ഓൾറെഡി ഹാപ്പി ആയിരിക്കും. അവൾ വന്നല്ലോ എന്നുള്ളൊരു വൈബ്രേഷൻ പോലെ ഭാവനയ്ക്ക് കിട്ടുന്നുണ്ടാവും. ഭാവനയോട് ഓപ്പോസിറ്റിരിക്കുന്ന ഞാൻ വളരെ കാശാണ് ഇത് എന്താണ് ചോദിക്കുന്നത്, ഇതൊക്കെയാണ് ചോദിക്കുന്നത് ചോദിച്ചാൽ ചിലപ്പോൾ ഇയാൾ ചിലപ്പോൾ കുറച്ചൊന്ന് കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാവരിലും ആൻറ്റീന ഉണ്ടെന്ന് പറയാം. മക്കളുടെ കയ്യിലുള്ള ആൻറ്റീനാണ് ഏറ്റവും ശക്തമായ ആൻറ്റീന എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഈ സിഗ്നലിലെ ചെറിയ സിഗ്നലും ഈ വൈഫൈ ചിലപ്പോൾ അറ്റത്ത് പോലും കിട്ടുന്ന വൈഫൈ ഇല്ല ചിലത്. ഈ ചെറിയ പിള്ളേർക്ക് അവരെങ്ങനെ അബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ കുത്തിക്കൊല്ലാം എന്നുള്ള സിഗ്നൽ അവൻ എവിടെ നിന്നാണ് കിട്ടിയത്, നമ്മളതാണ് സ്റ്റഡി ചെയ്യേണ്ടത്. അത് അവൻ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കി കാണുന്ന പാരൻസ് ശ്രദ്ധിക്കുന്നുണ്ടോ, അതോ ഇപ്പം അവരുടെ വീട്ടിൽ പോലും ഇതിനൊരു എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊലപാതകം ഇങ്ങനെയുള്ള ചിന്തകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊരു നല്ലൊരു മാതൃക അവരുടെ വീട്ടിലുണ്ടോ? ക്ഷമിക്ക്, ഈ ഫോർഗീവ്നെസ്സും സ്നേഹവും ഒക്കെയാണ് നമ്മളെ മനുഷ്യനെ നിലനിർത്തുള്ളൂ. അതൊക്കെ ഇന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ തന്ത വൈബ് എന്ന് വിളിക്കുമായിരിക്കും, ചിലപ്പോൾ അതിനെ ക്രിഞ്ചെന്ന് വിളിക്കുമായിരിക്കും. പക്ഷെ ദി എൻഡ് ഓഫ് ദ ഡേ ഹ്യൂമാനിറ്റി സസ്റ്റെയിൻ ചെയ്യുന്നത് സ്നേഹത്തിൻ്റെയും മാപ്പ് കൊടുക്കലിൻ്റെയും. നമ്മൾ പത്രത്തിൽ കാണാം 50 പൈസയുടെ പേരിൽ 1 രൂപയുടെ പേരിൽ കുത്തിക്കൊന്നു, പഴംപൊരി ചൂടാകാത്തതിൻ്റെ പേരിൽ കുത്തിക്കൊന്നു. മനുഷ്യന് മാപ്പ് കൊടുക്കാൻ പഠിച്ചാണ്ടല്ലോ. ഐ സൗണ്ട് ലൈക്ക് എ പ്രീസ്റ്റ്. പക്ഷെ എൻ്റെ ലൈഫിൽ എന്നെ എന്തെങ്കിലുമൊക്കെ ഇവിടെ അറ്റ്ലീസ്റ്റ് റിപ്പോർട്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വരാറ് നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ടല്ലോ, കൂട്ടത്തിൽ ഒരാളെ പോലെ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഫോർഗീവ്നെസ്. കാരണം നമ്മുടെ പിള്ളേർക്കൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പോലെ തന്നെ കുഞ്ഞുനാളിൽ പഠിപ്പിക്കേണ്ട വലിയ മക്കളെ എങ്ങനെയാണ് ഫോർഗീവ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്ഷമിക്കേണ്ടത്, മാപ്പ് കൊടുക്കുമ്പോൾ കെട്ടിപ്പിടിക്കേണ്ടത് എങ്ങനെ. അയാൾ കെട്ടിപ്പിടിക്കുമ്പോൾ അയാളുടെ തലയും കൂടി ചേർത്ത് പിടിച്ച് അയാൾക്ക് കുറച്ചുകൂടി അഫെക്ഷൻ തോന്നുമായിരിക്കും, സാരില്ല എന്ന് പറയണം. ജോസഫിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും ഫസ്റ്റായിട്ട് വളരെ പോപ്പുലർ ആയിട്ട് പോയിട്ടുള്ള ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതിൽ ബ്രേക്കപ്പിനെ പറ്റി പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഒരു 6 വർഷം മുൻപാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ 6 വർഷം മുൻപ് അന്ന് ബ്രേക്കപ്പിനെ പറ്റി, ബ്രേക്കപ്പ് ഈസ് നോട്ട് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് നോട്ട് ബ്രേക്ക് ഡൗൺ, ഇറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറയുന്നൊരു അത് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തി. എനിക്ക് തോന്നുന്നു അത്രയും നാളും ആളുകൾ ബ്രേക്കപ്പിനെ കണ്ട വിധം അല്ലെങ്കിൽ ഒരാൾ എന്നോട് ചതിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെയുള്ള ആ ഒരു തോട്ടുകളെ കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട് വേറെ ഒരു ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഒരു കാഴ്ചയാണ് ആ ഒരു വേർഡ്സ് കൊടുത്തിരുന്നത്. ശരിക്കും ഇപ്പോൾ ആ ഒരു വേർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു തിയറി മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വാട്ട് യു ഫീൽ നൗ അബൌട്ട് ബ്രേക്കപ്പ് റിലേഷൻഷിപ്സ്? ബ്രേക്കപ്പ് ഇസ് എ വേക്കപ്പ് കോൾ എന്നാണെന്ന് പറഞ്ഞത്. എന്താണെന്ന് സംബന്ധിച്ചാൽ
ബ്രേക്കപ്പ് എന്ന് പറയുന്നത് പ്രണയത്താൽ വേദനിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഭീകരവേദനയാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് അതിനെ ഫിലോസഫിക്കലായിട്ട് അതൊക്കെയാണോ വലിയ വേദന എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളത് ഏത് വേദനയും കടന്നു പോയാലേ നമുക്കത് അതിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ. ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് നോട്ട് എ ബ്രേക്ക് ഡൗൺ, ഇറ്റ്സ് ബ്രേക്കപ്പ്. വേക്കപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണ് അത് കേൾക്കുന്ന ആൾക്ക് അന്ന് എന്തെങ്കിലും കടുങ്കൈ ചെയ്യാൻ ശ്രമിച്ച ഒരാൾക്ക് ചിലപ്പോൾ ആ ഡിസിഷനിൽ നിന്ന് മാറാൻ സഹായിക്കുന്ന പവറേ അതിനുള്ളൂ. ഇതൊരു യൂണിവേഴ്സലി സക്സസ്ഫുൾ ആയിട്ടുള്ള തിയറി ഒന്നുമല്ല. ബട്ട് വി നീഡ് സം വൺ ടു സേ ദിസ് ടു us. നമ്മളിങ്ങനെ തകർന്നിരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ വന്നത് വന്നു എന്ന് പറയുന്നതിനേക്കാളും സുന്ദരമല്ലേ സാറിലുള്ള ഇതൊരു വേക്കപ്പ് കോൾ ആയിരിക്കാം. നീ ഈ പെയിനെ കൺവേർട്ട് ചെയ്യും. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പുസ്തകം ആ ഒരു ഓർമ്മകളിൽ നിന്ന് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്കും ഒരു ഡീപ്പ് ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനും മനസ്സിലാക്കുന്നത് എൻ്റെ മുമ്പിൽ വരുന്ന ആളോട് എനിക്ക് അയാളെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. മറ്റേത് എൻ്റെ ഫിലോസഫി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നൗ ദാറ്റ് ഐ എം ഓൾസോ വൂണ്ടഡ്. ഈ നമ്മുടെ വൂണ്ടഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനും അഡഡ് ആയി. അപ്പോൾ ആ ഗ്രൂപ്പിൽ അഡഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ ഫിലോസഫി നമ്മളിങ്ങനെ സമയമെടുക്കും, വിൽ ബി ഫൈൻ. പക്ഷെ നമ്മൾ വിട്ടുപോകരുത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എവിടെയൊക്കെ ഡീപ്പ് പെയിൻ ഉണ്ടോ അതിനെ കൺവേർട്ട് ചെയ്ത മാസീവ് റിസൾട്ടാണ്. നിങ്ങൾ ആരോടും ഒന്നും ചോദിക്കുമോ, അയാൾ എന്നോട് കളിയാക്കി വിട്ട് എൻ്റെ പുറകിൽ ഞാൻ ഇറങ്ങിപ്പോയി, ഞാനൊരു സംരംഭകനായി, ഞാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഇപ്പം ഇങ്ങനെ നിങ്ങൾ എത്രയോ വാർത്തകൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ അമിതാഭ് ബച്ചൻ്റെ ശബ്ദം റിജക്റ്റ് ചെയ്യപ്പെട്ടു. സോ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കൊണ്ടുവരുന്നൊരു കാര്യത്തിൽ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ തന്നെ കാണാം. ലോകം എത്ര മോശമാണ്, എനിക്കുള്ള നറുക്ക് വീണു. ദിസ് ഈസ് ദ ടൈം. ഇതിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കണം. കാരണം തോറ്റൊരാൾ ജയിക്കുന്നതിനേക്കാളും സുന്ദരമായിട്ട് വേറെ കാര്യമില്ലേ ഭൂമിയിൽ അല്ല. അതിപ്പോൾ പ്രണയത്തിൽ പരാജയപ്പെട്ട മനുഷ്യന് അതിൽ സുന്ദരമായൊരു പ്രണയം ഉണ്ടാവുകയും ആ പ്രണയത്തോടൊപ്പം ജീവിതം മുമ്പോട്ട് പോകുന്നതിനേക്കാളും മനോഹരമായ കാര്യം വേറെ ഇല്ല. സെക്കൻഡ് ചാൻസസ് എന്നൊക്കെ പറയുന്നത് അബ്സല്യൂട്ട്ലി. അത് ഈ പുഴയാകുന്ന പ്രണയം, അതിനകത്ത് കിടന്നൊരു മീൻ പിടിച്ച് കരക്കിടുന്നു, പെടച്ച് അതിനൊന്നും ഇനി അവിടെ കര കിടന്ന് പെടച്ച് ചാവാം. തിരിച്ച് പുഴയിലേക്ക് കയറണം എന്ന ലക്ഷ്യത്തോടെ അതിൻ്റെ ചാട്ടങ്ങൾ ഒന്ന് അലൈൻ ചെയ്താൽ അത് ഒരുപാട് പെടഞ്ഞിട്ടാണെങ്കിലും തിരിച്ചാ പുഴയിലേക്ക് വീഴുമ്പോൾ ഇറ്റ് വിൽ ബി ഹെവൻ മാൻ. ആ പുഴ പഴയതിനേക്കാളും സുന്ദരമായിരിക്കും. അത് പെടഞ്ഞെത്തിയവർക്ക് പറയാൻ പറ്റും. അപ്പോൾ എൻ്റെ ആ ഫിലോസഫിയിൽ ഇന്നും ഒരു മാറ്റമില്ല. ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, അതായത് ചില ആളുകൾ ഇപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ആളുകൾ രണ്ട് തരത്തിൽ എടുക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയും ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ഉപദേശിക്കാൻ എളുപ്പമാണ്. എനിക്ക് തോന്നുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ എടുക്കുന്ന ആളുകളുമുണ്ട്. അതേസമയം തന്നെ ഇപ്പുറത്ത് അതിൽ നിന്നൊരു സ്പാർക്ക് കിട്ടുന്ന ആളുകളുമുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുന്ന സമയത്ത് ഇപ്പം കൂടുതലായിട്ട് ഇപ്പം മുൻപ് തന്നെ പറഞ്ഞു യു സൗണ്ട്സ് ലൈക്ക് എ പ്രീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ അല്ലാതെയും പറഞ്ഞത്. സോ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ എന്താണ് ഈ മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്ന് പറയുന്നത് അതൊരു ബാധ്യത എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? എനിക്ക് വിമർശനം അങ്ങനെ ഡയറക്റ്റ് ഭയങ്കരമായും വിമർശിക്കപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനൊന്നും 100% ശരിയെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നും ഇതാണ് ഐഡിയലി ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ദിസ് ഹാപ്പൻ ടു മീ, ദിസ് ഹെൽപ്പ് മീ, വാട്ട് ഇഫ് ഇറ്റ് ഹെൽപ്സ് യു, ഇത്ര ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ പോയാൽ നോക്കിക്കോ സക്സസ് ഉറപ്പാണെന്ന് പറയുന്ന ഒരാണ് കൂടുതലും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്. നിങ്ങൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടത് ഇത് ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് എന്നെ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത്. ഞാൻ എന്നൊക്കെ പറഞ്ഞിരിക്കും ഈ പഴയ പ്രയോഗമുണ്ട്, വൂണ്ടഡ് ഹീലർ എന്നാണ്, മുറിവേറ്റ വൈദ്യൻ എന്നാണ്. അത് നമ്മുടെ ദേഹം മുഴുവൻ ചിലപ്പോൾ മുറിവുണ്ടാവും. അപ്പോൾ നമ്മൾ സുഖപ്പെടുത്താതിരിക്കുമ്പോൾ തൻ്റെ ശരീരം മുഴുവൻ മുറിവാണല്ലോ. ഇതൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്, ഇത് ഉണങ്ങാൻ പോകുന്നുള്ളൂ. ഈ ഉണങ്ങിയതിൻ്റെ മരുന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഇതിൻ്റെ ഞാൻ എപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. പിന്നെ എൻ്റെ ലൈഫ് പഠിപ്പിച്ചിട്ടുള്ള കാര്യം, നമ്മൾ ഒന്നിനെയും 100% വിമർശിക്കരുത്. വാട്ട് യു ഹേറ്റ് യു ബിക്കം, അങ്ങനെ പ്രയോഗമുണ്ട്. വാട്ട് യു ഹേറ്റ് യു ബിക്കം. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ പാരൽ ചിന്തിച്ചാൽ ഇപ്പോൾ അഹിംസയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞ മനുഷ്യൻ ഗാന്ധിജിയാണ്. ഗാന്ധിജി ഒരു ഹിംസയിലൂടെയാണ് കൊല്ലപ്പെട്ടത്. ശത്രുവിനെ പോലും സ്നേഹിക്കാനാണ് യേശുക്രിസ്തു പറഞ്ഞത്. ബെസ്റ്റ് ഫ്രണ്ടാണ് ഒറ്റ കൊടുത്തത്. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്തിനെതിരെ സംസാരിക്കുന്നു അത് ചിലപ്പോൾ നമ്മളതിനെ ഫേസ് ചെയ്യേണ്ടി ഒരവസ്ഥ വരാറുണ്ട്. വളരെ സുന്ദരമായ ഒരു പ്രണയത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ ഈ ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ കേൾക്കുന്നത് എന്തൊക്കെയാണ് ഈ പറയുന്നത് ചിലപ്പോൾ ചിന്തിക്കുകയായിരിക്കും. എന്നെങ്കിലും അവൻ അതിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അവന് തുണയായി വരാൻ പോകുന്നത് ആ വീഡിയോ ആയിരിക്കാം. നമ്മൾ കടന്നു പോകാത്തത് കൊണ്ട് ഒന്നിനെയും നിഷേധിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്നിനെയും
100% നിഷേധിക്കരുത്. എനിക്കുണ്ടായ മറ്റൊരു അനുഭവം പറയാം. ഒരു 6 കൊല്ലം മുമ്പ് കേരളത്തിൽ ക്രിസ്ത്യൻ മാട്രിമോണി എന്ന് ഒരു കോൾ വരാണ്, റാൻഡം കോൾ. ജോസഫാണ്, മാരീഡ് ആണോ നോക്കിയാണ്. മാരീഡ് അല്ല, നമ്മൾ ഈ മാട്രിമോണിയിൽ നിന്നാണ്. അപ്പോൾ ഒരു കല്യാണം കഴിക്കണ്ടേ? എനിക്ക് ആ ചോദ്യം ആ നേരത്തെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവരാണ് സ്ട്രേഞ്ചർ എന്നെ വിളിച്ചിട്ട് കല്യാണം കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും മാട്രിമോണി സൈറ്റിൽ നിന്ന് കെട്ടാൻ സാധ്യതയില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. ഇങ്ങനെ അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു. അത് ഹാർഷായിട്ടല്ലോ ചോദിച്ചു. അതല്ലേ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഓരോ സെലക്റ്റഡ് ആമസോണിൽ ഓർഡർ ചെയ്യണമെന്ന് ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നിയ കല്യാണം അങ്ങനെ പ്രണയിച്ചെന്നെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതിനവർ കുറച്ച് തിരക്കുമായി. ഞാൻ 100% എതിർത്തു. 6 വർഷങ്ങൾക്ക് ഇപ്പുറം ഞാനിപ്പോൾ ഒരു മാട്രിമോണി സൈറ്റിലുണ്ട്, അവരുടെ അതേ മാട്രിമോണി സൈറ്റിൽ. അതെങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ എൻ്റെ സ്റ്റാൻഡേർഡും എൻ്റെ തോട്ട് മാറിയതല്ല. ലൈഫ് വിൽ ബ്രിങ് യു ദെയർ. ലൈഫ് വിൽ ബ്രിങ് യു. നിങ്ങൾ എന്തിനേയും ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കണിശമായിട്ട് അങ്ങ് വിമർശിച്ചു. ഇപ്പം മോട്ടിവേഷൻ സ്പീക്കർ ഇവൻ എന്ത് തേങ്ങ പറയുന്നത്, ഇവൻ എന്ത് ഇതുണ്ടെന്ന് പറഞ്ഞ് വിമർശിച്ച് ഞാൻ പറയുന്നത് സം ഡേ യു വിൽ ഹാവ് ടു കം ആൻഡ് വാച്ച്. എൻ്റെ കാണുന്ന നിർബന്ധം ആരുടെയെങ്കിലും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ആശ്വാസപ്പെടേണ്ട ഒരു അവസ്ഥ വരും. ആരെയും 100% തള്ളി പറയരുത്. ഞാൻ ആരെയും എന്ത് കാര്യത്തിൽ ഇങ്ങനെ 100% എതിർക്കാറില്ല. കാരണം എൻ്റെ ജീവിതം എന്നെ ഇന്ന് ഇപ്പോഴും വരെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഭയങ്കരമായിട്ട് തള്ളി പറയുന്നതിനെ തന്നെ നിങ്ങൾ തേടി പോകേണ്ടി വരും. ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ജോസഫ് ഉണ്ട്, അതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ജോസഫും ഉണ്ട്. ഇന്ന് ജോസഫ് അനൻകുട്ടി ജോസ് എന്ന് പറയുമ്പോൾ ആളുകൾ എല്ലാവരും എന്താണ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണുന്നു. പക്ഷെ ഇതിന് മുൻപുള്ള ഒരുപാട് തോൽവികൾ ഫേസ് ചെയ്തിട്ടുള്ള, പറഞ്ഞിട്ടുണ്ടല്ലോ കോളേജ് ടൈമിൽ തന്നെ തോൽവികൾ ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു ജോസഫ്, അതായത് 120 കുട്ടികളിൽ ഞാൻ മാത്രം തോറ്റു എന്ന് പറയുന്നത് ടെഡിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാള് ഇത്രയും നാള് പൊരുതി മുന്നിലേക്ക് വരുന്നു. ആ ഒരു പഴയ ജോസഫിനെയാണ് എന്തായിരിക്കും പറയാനുള്ളവ ഇപ്പോ നോക്കിക്കഴിഞ്ഞാൽ? ഞാൻ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ ഒരു സാധാരണ മനുഷ്യൻ കടന്നു പോകുന്ന വലിയ സ്ട്രഗിളൊന്നും ഞാൻ കടന്നു പോയിട്ടില്ല. എനിക്കൊരു MBA തോറ്റത്, 3 വർഷം സെമിനാരിൽ പോയി പെട്ടെന്ന് വേണ്ടാന്ന് പോന്നപ്പോൾ എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ. നമ്മൾക്കിങ്ങനെ രാജ്യം നഷ്ടപ്പെട്ട രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്ക് ഒരേ വേദനയാണെന്ന് പറയാം. നമ്മളിങ്ങനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയാൻ പറ്റുക, ഞാൻ വളരെ ഓണസ്റ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും. ഇങ്ങനെ ആരെയും ഇന്ന് വരെ മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടില്ല. ഇന്ന് വരെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഒരാളെയും യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ചില കൺഫ്യൂഷൻസിൽ ചിലപ്പോൾ ചില ആൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ അപ്പുറത്തോട്ട് ഈ ഫേമസ് ആയെന്ന് നിങ്ങൾ പറയുന്ന ജോസഫ് അന്നൻകുട്ടി ജോസും അതിനു മുമ്പുള്ള ഞാനും ഒരു കോമൺ ഫാക്ടർ ഈ പറഞ്ഞ പോലെ ഓണസ്റ്റി ഉണ്ടായിരുന്നു. ആരെയും അങ്ങനെ വേദനിപ്പിച്ചിട്ടുമില്ല. അതിൻ്റെ പേരിൽ മണ്ടനാക്കപ്പെട്ടിട്ടുണ്ട്, പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനും മുകളിലായിരുന്നു നമുക്ക് ലൈഫ് നൽകിയ ഗിഫ്റ്റ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പറയാനാണെങ്കിൽ കുറച്ചുകൂടി പുസ്തകങ്ങൾ വായിക്കാമായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ. ഓൾറെഡി പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ആഴത്തിൽ പുസ്തകങ്ങൾ വായിക്കാമായിരുന്നു, കുറെ കൂടി കൂടുതൽ സ്നേഹിക്കാമായിരുന്നു. ഇപ്പം എനിക്ക് 35 വയസ്സായി. നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും എനിക്ക് ഉറപ്പാണ് എൻ്റെ കാര്യത്തിൽ നമ്മൾ കുറെ കൂടി സ്നേഹിക്കണം എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരെയും നമ്മൾ ഉബറിൽ നമ്മൾ എടുക്കുന്ന മനുഷ്യരോട് വെറുതെ എന്ത് വർത്താനൊക്കെ പറഞ്ഞ് സംസാരിച്ച് എന്തൊക്കെയാണെന്ന് അയാളോട് ചോദിക്കാവുന്നതാണ്. നമ്മൾ കാണുന്ന വ്യക്തികളോട് യു ലീവ് സൂൺ. നമ്മളിവിടെ നിന്ന് വൈകാതെ കടന്നു പോകും. നമ്മൾ കൊണ്ടുപോകുക നമ്മൾ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളൊരു കാര്യം. ഒരു ജഡ്ജിന് ഭാവന കേട്ടിട്ടുണ്ടാവും, ഭയങ്കര ഭംഗിയായിട്ട് മാത്രം വിധികൾ പറയുന്ന ഒരു പ്രായം ഒരു ജഡ്ജുണ്ട്, ഫ്രാങ്ക് എന്നാണ് അയാളുടെ പേര്. ഈസ് വെരി ഫേമസ്. ഒരു ജഡ്ജിന് 3 മില്യൺ ഫോളോവേഴ്സ് ഒന്നുമില്ല, വയസ്സായ മനുഷ്യനാണ്. അതിനൊരു ക്യാൻസർ വന്നു. മനസ്സിലാതെ 2 വീഡിയോ അയാളിങ്ങനെ പറയാണ്, പെട്ടെന്നൊരു ദിവസം എനിക്ക് ക്യാൻസർ വന്നു, പക്ഷെ ഞാൻ തിരിച്ചറിയാണ് ഐ ഹാവ് എ വണ്ടർഫുൾ ഫാമിലി, ഐ ഹാവ് വണ്ടർഫുൾ ഫ്രണ്ട്സ്, സോ ഐ എം ഫൈറ്റിംഗ്. ഐ ഹാവ് ഓൺലി വൺ തിങ് ടു ടെൽ യു, ലവ് ലവ് ലവ്. സ്നേഹിക്കൂ. സമയം കടന്നു പോകുന്നു. എന്നാൽ ജഡ്ജ് പറയുന്ന വീഡിയോ February 4th അപ്ലോഡായി, 3rd അപ്ലോഡായി. ഇന്ന് ഓൾറെഡി 2 മില്യൺ എന്തോ അടുത്തായി. ഇന്നത്തെ ഞാൻ പറയുന്നത് ലവ് മാൻ, പ്ലീസ് ലവ്. മോട്ടിവേഷനെ പറ്റി ഇപ്പം നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ തന്നെ പൊതുവെ ആളുകൾ പറയാറുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ഈ മീമായിട്ടൊക്കെ വരും, അതായത് ഞാൻ എൻ്റെ കൂട്ടുകാരനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ മോട്ടിവേഷൻ കൊടുക്കും. പക്ഷെ എൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഡൗൺ ആവും. നമുക്ക് പലപ്പോഴും ആളുകൾക്ക് നമ്മൾ കൊടുക്കും, പക്ഷെ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഈ മോട്ടിവേഷൻസ് ചിലപ്പോൾ ഏറ്റില്ല എന്ന് വരും. ശരിക്കും ആസ് എ മോട്ടിവേഷണൽ സ്പീക്കർ
അങ്ങനെ ഒരു സ്റ്റേജിലൂടെ എപ്പോഴെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? പറയുകയാണെങ്കിൽ ഡെയിലി, സീരിയസ്ലി ഡെയിലി കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യമാണ്, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, രാവിലെ 9 മണി തുടങ്ങി 12 മണി വരെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ ബോക്സിനുള്ളിൽ വയ്ക്കും. എൻ്റെ വർക്ക് ടൈമാണത്. അത്ര നേരത്തേക്ക് ഇപ്പോൾ എന്താ എമർജൻസി വീട്ടുകാർക്ക് ഉറക്കെ വിളിച്ചാൽ എൻ്റെ മുകളിലുണ്ട്, ഞാൻ കേൾക്കാം, എന്നെ കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ വാട്സാപ്പിൻ്റെ ഒരു സാധനം കണക്ട് ചെയ്യണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. അല്ലാണ്ട് ഞാൻ മൊബൈൽ നോക്കില്ല. ഐ ബി ഫോക്കസ് കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുമെന്ന് പറയാം. ജപ്പാനിൽ നിങ്ങൾ റെസ്യൂമെ ഫില്ല് ചെയ്യുമ്പോൾ മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾ എടുക്കാൻ സാധ്യതയില്ല. എല്ലാവരും റെസ്യൂമിൽ ഇടുന്നൊരു സാധനമാണല്ലോ മൾട്ടി ടാസ്ക് എബിലിറ്റി. അവർക്ക് വേണ്ടത് ഒന്നിൽ ഫോക്കസ്ഡ് ആയ ഭംഗിയാക്കുന്ന ഒരു പരിപാടിയാണ്. ഇങ്ങനെ സൂര്യപ്രകാശം ലെൻസിലൂടെ കടത്തിവിട്ട് ഫോക്കസ് ചെയ്ത് കടലാസ് കത്തിയുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് എന്നോട് പലരും പറയുന്നുണ്ട്, ചേട്ടാ ഞാനും പഠിക്കാതിരിക്കുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ കബോർഡിലിടും. എനിക്കിത് 3 ദിവസം പറ്റുള്ളൂ. 4-ാം ദിവസം പിന്നെ ഞാൻ മൊബൈൽ എടുക്കുന്നു, പിന്നെയും വീഴുന്നു, പിന്നെയും എഴുന്നേൽക്കുന്നു. പക്ഷേ നമ്മളിത് പറഞ്ഞുകൊണ്ട് ഇത് ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റിയാണ്. ചില ആളുകൾക്ക് റൈറ്റ് ഡയറക്ഷൻ കിട്ടിയാൽ ഓടിപ്പോള്ള ഒരു പ്രിവിലേജ്. ഇപ്പോൾ നമ്മൾ ഈ കടലാസ് വഞ്ചി കുട്ടിക്കാലത്ത് തോട്ടിക്കൂടെ ഒക്കെ ഇങ്ങനെ ഒഴുക്കി വിടണ്ടാവും. ഒരു സാധനം തട്ടിങ്ങനെ നിൽക്കുക, ഒരാൾ കൊണ്ട് ഒറ്റ തട്ട് കൊടുക്കുമ്പോൾ അത് നേരെ 1 കിലോമീറ്റർ പോകും, ചിലപ്പോൾ അത്ര ദൂരം പോകും. നമ്മളെന്ന കടലാസ് വഞ്ചി ഇടിച്ചിടിച്ചായിരിക്കും പോകണ്ടാവാം. പക്ഷെ ഒരു തട്ട് കിട്ടിയാൽ മുമ്പോട്ടേക്കുള്ള കപ്പാസിറ്റി ചിലർക്ക് കൂടുതലായിരിക്കും. എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തട്ട് കൊടുക്കാനുള്ള കപ്പാസിറ്റി ആയിരിക്കും. ഇപ്പം ഞാൻ ഓടിയാണെന്ന് പറയുന്നത് ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്. കരൾ മാറ്റിവെക്കുന്ന ഒരു സർജറി. എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് നടൻ ഞങ്ങളുടെ മാഷാണ്, അവർക്ക് ഭയങ്കര പ്രിയപ്പെട്ട മനുഷ്യനാണ്. പക്ഷെ ഇത് കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഡോണേഴ്സ് കുറച്ചൊരു സീരിയസ് പ്രോസസ്സാണ്, നിനക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലും ഇത് കറക്റ്റ് എനിക്ക് പറ്റും, എനിക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും ഈ കരൾ. പക്ഷെ എനിക്ക് ധൈര്യമില്ല. ഞാൻ വീഡിയോ ചെയ്തത് അങ്ങനെ തന്നെയാണ്. എൻ്റെ സുഹൃത്തിൻ്റെ കൂട്ടുകാരുടെ പ്രിയപ്പെട്ട അധ്യാപകൻ, അയാൾക്ക് കരൾ മാറ്റി വയ്ക്കണം. ലൈഫിൽ നിങ്ങളൊന്നും ആയിട്ടില്ല, നിങ്ങൾ മരണത്തെ പോലും കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ജീവൻ കൊടുത്ത് നിങ്ങളുടെ ഈ ഭൂമിയിൽ എക്സിസ്റ്റൻസ് മീനിങ് ഫുൾ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. സി ഐ ആം ഹെൽപ്ലെസ്, എനിക്ക് ധൈര്യമില്ല, എനിക്ക് ഈ വാർത്തകളിലേക്ക് എത്തിക്കാനുള്ള കഴിവേ ഉള്ളൂ. എവിടെയെങ്കിലും നിങ്ങളുള്ളിൽ എന്തിനീ ജീവൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ജീവൻ കൊടുക്കാനുള്ള ദൈവതുല്യമായ ഒരു ഗിഫ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. 6 പേര് വന്നു. ആ അധ്യാപകൻ്റെ സർജറി കഴിഞ്ഞു, ഹീ സ്റ്റിൽ ലിവിങ്. താൻ കരൾ കൊടുത്തില്ലല്ലോടോ എന്ന് ചോദിച്ചാൽ കൊടുത്തില്ല. പക്ഷേ 4 പേരെ കൊണ്ട് കരൾ കൊടുപ്പിക്കാൻ പറ്റി. അതും താണല്ലോ എനിക്ക്. ആള് രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ചിലത് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും മറ്റുള്ളവർക്ക് ചിലപ്പോൾ കാറ്റലിസ്റ്റ് ആവാൻ സാധിക്കും എന്നാണ്. നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി മനുഷ്യൻ ഉപകാരപ്പെട്ടെന്നുള്ളതല്ലേ ഞാൻ അത്ര ചിന്തിക്കുന്നുള്ളൂ. ഞാനീ പറഞ്ഞുകൊണ്ട് 2 പേര് തമ്മിൽ തല്ലി ചത്തില്ലല്ലോ. എപ്പോഴേ എൻ്റെ ഇതിൽ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ കാരണം ഞങ്ങൾ കത്തി ചത്തു ഒരാളും പറയാൻ വഴിയില്ല. അപ്പം പിന്നെ എന്താ പ്രശ്നം? ജോസഫിനെ വിളിച്ചിട്ട് ഞാൻ സ്നേഹത്തെ പറ്റി ഒന്നും ചോദിച്ചില്ല എങ്കിൽ ഒരു ഇതായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബുക്കിൽ ഇപ്പം എടുത്തിട്ടുള്ള ഒരു ബുക്കിൽ തന്നെ സ്നേഹം, കാമം, ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു ബുക്ക്. സ്നേഹം എന്ന് പറയുന്നത് എല്ലാ ടോക്കിലും എപ്പോഴും എംഫസൈസ് ചെയ്ത് ഞാൻ ജോസഫ് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ എന്ത് തരത്തിലുള്ള സ്നേഹത്തെ പറ്റിയാണെങ്കിലും മനുഷ്യനോടാവാം, അതേപോലെ തന്നെ മൃഗങ്ങളോട്, അങ്ങനെ ഒരു എന്തിനോടുമുള്ള ഒരു സ്നേഹത്തെ പറ്റി എപ്പോഴും സംസാരിക്കുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും എന്താണ് ആ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴും എന്താണ് എല്ലാ ടോക്കുകളിലും ആ ഒരു സ്നേഹത്തെ പറ്റി വാദോരാതെ സംസാരിക്കാനുള്ള ആ ഒരു. ഇപ്പൊ ചില ആൾ ഭയങ്കര കാർ ഫ്രീക്ക് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ. എന്തോ പറയാ, കാറിന്റെ എഞ്ചിൻ ഏതാണ്, എൻ്റെ ഹോഴ്സ് പവർ എത്രയാണ്, എൻ്റെ ബോഡി റോളിന്റെ പ്രത്യേകത എന്താണ്, എന്ത് തരം പെയിന്റ്, കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ട്. കാരണം കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അവർ അട്രാക്റ്റഡ് ആയിട്ടുള്ള, അവർക്ക് കൂടുതൽ കണ്ടത്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ചിലപ്പോൾ ഈ കാറുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയത് സ്നേഹമാണ്. അതുകൊണ്ടായിരിക്കാം സ്നേഹത്തെക്കുറിച്ച് ഈ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് ഇന്നും അങ്ങനെ തന്നെയാണ് ഭാവന. ഇപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം ബോക്സ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മെയിൽ ബോക്സ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഇവൻറ്റുകളിൽ ടെമ്പററിലി ആണെങ്കിലും ഞാൻ കാണുന്ന സ്നേഹമാണ്. എന്നെ കാണാനൊരു പെൺകുട്ടി വൈകുന്നേരം 4 മണിക്ക് അപ്പോയിൻ്റ് എടുക്കുന്നു, ഹോട്ടലിലെ ലോബിയിൽ വരണം, അവർക്കൊരു ഗിഫ്റ്റ് തരാനാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ 2:30 പറഞ്ഞു. അവർ മെയിൽ അയച്ചു, എല്ലാ മെയിലും ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സർ 3:30 ആവും. ഞാൻ പറഞ്ഞു ഓക്കെ. 3:30 പിന്നെ ലേറ്റായി. അപ്പോൾ ഞാൻ പോവുകയാണ്, എനിക്ക് പോയി പറ്റും, വെന്യൂയിലോട്ട് പോകണം. ഞാൻ പോയി തിരിച്ചു വന്നു. അവർക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു നാളെ രാവിലെ 6 മണിക്ക്, നാളെ കാണാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ 6 മണിക്ക് എനിക്ക് 6:15 എനിക്ക് എയർപോർട്ടിലേക്ക് പോകണം, ഫ്ലൈറ്റ് ഉണ്ട്. ഞാൻ വെളുപ്പിന് 5:15 എൻ്റെ റൂമിൽ കോൾ വരാണ്. റൂമിലൊരു ഫോൺ ഉണ്ട്. ഹലോ, ഞാൻ താഴത്ത് വന്നിട്ടുണ്ട് എന്ന് പറയാണ്.
പിന്നെ ഞാൻ സ്വപ്നം കാണാൻ ഇരുന്നാണ്, എനിക്കൊന്നും മനസ്സിലാവില്ല. മെയിൽ വഴി അപ്പോയിൻമെൻ്റ് എടുത്തായിരുന്നു എന്ന് പറയാണ്. എനിക്ക് ഒരു ഓർമ്മയില്ല, നിങ്ങൾ എന്താണ് പറയുന്നത്, ഓക്കെ ഞാൻ ഇറങ്ങി വരാമെന്നൊരു കട്ട് ചെയ്യും. ഇപ്പം എന്താ പറയുക എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ മെയിൽ നോക്കുമ്പോൾ അവർ 5 മണിക്ക് മെയിലിട്ടേക്കാണ് വെളുപ്പിന്, സാർ 6:15 ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ളത്. കുറച്ചൊരു ഇറിറ്റേഷൻ ഉണ്ട്, നമ്മുടെ ഉറക്കം രാത്രി വന്നാൽ വൈകി കിടന്ന്. ഓക്കെ, ഞാൻ മുടിയൊക്കെ ചെയ്യുക താഴ്ത്തിട്ട് പോകുന്നു. താഴ്ത്തി ചെല്ലുമ്പോൾ അവർ ഗിഫ്റ്റ് തരാൻ വന്നതാണ്. ഗിഫ്റ്റ് തുറക്കുമ്പോൾ എനിക്ക് ഇന്ന് വരെ കിട്ടിയതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഗിഫ്റ്റാണ്. എൻ്റെ സ്നേഹം കാമം ഭ്രാന്തര ചോദ്യം നമുക്ക് അത് തന്നെ വന്നത് ഞാൻ അതിന് കോൺഫിഡൻസ് ആയിട്ട് കാണുന്നു. അതിൻ്റെ വലിയൊരു ബോക്സ്, അവൾ ആ ബുക്കിൻ്റെ കവർ പോലെ തന്നെ വലിയൊരു ബോക്സ്, അതിൻ്റെ ഉള്ളിൽ ഈ ഡയറി മിൽക്ക് പോലത്തെ ചോക്ലേറ്റിൻ്റെ കവറിൻ്റെ പേര് മുഴുവൻ സ്നേഹം കാമം ഭ്രാന്ത് എന്നാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഡയറി, അതും സ്നേഹം കാമം ഭ്രാന്ത് ബുക്ക്, എക്സ്ക്ലൂസീവ് അബൌട്ട് ദറ്റ് ബുക്ക്. അപ്പം ഞാനതിങ്ങനെ തുറക്കണേരുത്. അവർ ഞാൻ വീഡിയോ എടുക്കണില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് സാറ് തുറക്കുമ്പോൾ എക്സ്പ്രഷൻ കണ്ടാൽ മതി എന്ന് പറയാണ്. നമ്മളെ പൊതുവെ ആരും ആഗ്രഹിക്കാതെ തന്നെ വീഡിയോ എടുത്തിട്ട് അത് ടാഗ് ചെയ്താൽ ചിലപ്പോൾ അവരുടെ ക്രാഫ്റ്റ് വർക്കിന് കുറച്ചൊരു റീച്ചൊക്കെ കിട്ടും. സാറ് തുറക്കണമെങ്കിൽ കണ്ടാൽ മതി. അവരിങ്ങനെ വെളുപ്പാൻ കാലത്താണ്, ഒരു മുസ്ലിം പെൺകുട്ടിയാണ്, തട്ടൊക്കെ ഇട്ട് ഇങ്ങനെ അവരിങ്ങനെ നോക്കി നിൽക്കുക. അപ്പം ഞാൻ തുറക്കണു, താങ്ക് യു സാർ, എനിക്ക് ആ എക്സ്പ്രഷൻ കണ്ടാൽ. അപ്പം ഞാൻ പറഞ്ഞു ഇത് എനിക്ക് വീഡിയോ എടുക്കും, ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ രണ്ടാമത് വീണ്ടും അഭിനയിച്ച് ഹായ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്താൽ. അപ്പം ഇതെങ്ങനെ രാവിലെ പോകുന്നു, വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ എനിക്ക് സാറിന് തരടുത്ത് ലൈവ് കാണണം. അങ്ങനെ അത് എനിക്ക് സ്നേഹമായിട്ടാണ് ഞാൻ അത് കാണുന്നത്. ഇനി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇയാൾ ചിലപ്പോൾ വീഡിയോ എടുത്തിടുമായിരിക്കും എന്നുള്ള ചിന്ത ഉണ്ടായില്ല. ഐ ഡോണ്ട് കെയർ. ദാറ്റ് ഫൈൻ മോർണിംഗ് അറ്റ് 6 AM ഐ വാസ് ലവ്ഡ് അൺകണ്ടീഷണലായി. ഞാൻ അതിനെ സ്നേഹാനുഭവമായിട്ട് എടുക്കുന്നു. ഞാനത് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നു. ഇത് കേട്ടിട്ട് നാളെ ഇത് കേൾക്കുന്ന ഒരാൾക്ക്, അവരുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒന്നും പ്രതീക്ഷിക്കാണ്ടൊരു സമ്മാനം കൊടുക്കാൻ പറ്റും. അവർ പറയും ഇത് തുറക്കുമ്പോൾ സാറിൻ്റെ മുഖം എങ്ങനെയാണ്. കാരണം ഞാൻ ഇങ്ങനെ ബ്ലഷ് ചെയ്യായിരുന്നു. ഞാൻ ഭാവന ആലോചിച്ച് നോക്കും, നമ്മൾ ഇപ്പോൾ കണ്ണടച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് തോന്നണില്ല ഇവിടെ ജോലി കിട്ടിയ ദിവസം അടിക്കും എന്നൊക്കെ എനിക്ക് തോന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള, ഇപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സ്നേഹത്തെക്കുറിച്ച് വന്നത് വെളുപ്പിന് 6 മണിക്ക് ഹോട്ടൽ റൂമിൽ ഇങ്ങനെ വന്നൊരു പാക്കറ്റ് കൊണ്ട് വന്ന പെൺകുട്ടിയാണ്. ഇനി എന്താണ് ശരിക്കും ഒരുപാട് കോഡ്സ് ഒക്കെ ഞാൻ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള, പക്ഷെ ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കണമെന്ന് തോന്നിയിട്ടുള്ള ഈ അടുത്തിടെയായിട്ട് ഏതെങ്കിലും ഒരു കോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു വചനമല്ല വാചകം ഒരു വാചകം അങ്ങനെ എപ്പോഴും നമ്മുടെ ഓഡിയൻസിന് വേണ്ടി. ഞാൻ അന്നും ഇന്നും എൻ്റെ ഒരു ഫേവറേറ്റ് സെന്റൻസ് ശാന്താരാമർ പുസ്തകത്തിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ആ സെന്റൻസ് ഇങ്ങനെയാണ്: The choices that you make between hating and forgiving can become the story of your life. ഒരു നിമിഷത്തിൽ അയാൾ വെറുക്കണോ അതോ അയാൾക്ക് മാപ്പ് കൊടുക്കണോ എന്നുള്ള തീരുമാനമായിരിക്കും ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കാൻ പോകുന്നത്. എത്രയോ സന്ദർഭങ്ങൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ അങ്ങേയറ്റം പൊളിറ്റിക്സ് കളിക്കുന്ന, അങ്ങേയറ്റം ഫ്രോഡ് എന്നൊക്കെ നമുക്ക് തോന്നാവുന്ന ഒരു വ്യക്തി വേണമെങ്കിൽ അവൻ്റെ ഒരു പണി കൊടുത്തിട്ട് ഇറങ്ങാനൊക്കെ തോന്നും. ചിലപ്പോൾ തീരുമാനിക്കുകയാണ്. അയാളോട് പേഴ്സണലി പറയാണ്, ഇത് കാണിച്ചതെല്ലാം കൃത്യമായിട്ട് റോങ് ആണ്, സ്റ്റിൽ ഫൈൻ, മേലാരോടും ചെയ്യരുത്, ഞാൻ ഇറങ്ങി പോരുന്നു. അല്ലെങ്കിൽ ഞാൻ പറയുന്നു അയാളിങ്ങനെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ നിന്നുള്ളതല്ല, നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് ഇറങ്ങി പോരുന്നു. പക്ഷെ നമ്മളെ പബ്ലിക്കിൽ കളിയാക്കി ഒരു ചേട്ടൻ, അയാളോട് രണ്ടെണ്ണം അങ്ങോട്ട് പറയാം, ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങനെ തന്നെ പോകും. വണ്ടി ഞാൻ ടോക്കിളി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഒരു വണ്ടി, ഞാൻ എൻ്റെ വണ്ടി പെട്ടെന്ന് നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് എടുക്കുന്നു. ഒരു ബൈക്കുകാരിങ്ങനെ അയാളുടെ മേത്ത് മുട്ടിയില്ല എന്ന് പറഞ്ഞ വണ്ടി പോണേരത്ത് അയാൾ ഞാൻ ഓർക്കുന്നത് ആരുടെ അമ്മേനെ കെട്ടിയാണ് നീ പോണേ എന്നോട് ചോദിക്കുന്നു. സിനിമ നമ്മുടെ അമ്മയ്ക്ക് വിളിക്കുന്നു. പണ്ടൊക്കെ സിനിമയിലെപ്പോഴും എൻ്റെ അമ്മയ്ക്ക് വിളിച്ചത് പിന്നെ അടിയാൻ തല്ലോ ആണല്ലോ. എനിക്കും ഫ്രസ്ട്രേഷൻ വരുന്നു. പക്ഷെ ഞാനാണ് അങ്ങ് എടുത്തത്. ഞാൻ അത്ര കറക്റ്റായിരുന്നു, കുറച്ച് പെട്ടെന്ന് എടുക്കലായിരുന്നു. നമ്മൾ ആ ഫ്രസ്ട്രേഷൻ എല്ലാം ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ അടങ്ങും. നമ്മൾ പെട്ടെന്ന് വിൻഡോ താത്തിയിട്ട് കൈ പുറത്താക്കിയിട്ട് ചേട്ടാ സോറി ഇങ്ങനെ കാണിക്കണം, വെറുതെ ഇങ്ങനെ സോറി എന്ന് കാണിക്കുന്നു. പെട്ടെന്ന് അയാളിങ്ങനെ വെച്ച് വെച്ചിരിക്കണം. അയാൾ നമ്മൾ ആ റിയർ മിററിലൂടെ നോക്കുമ്പോൾ കുഴപ്പമില്ല പറയുന്നു. നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മിററിൽ എഴുതിയിട്ടുണ്ട്, ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ മോർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. നമ്മൾ ഏതൊരു മനുഷ്യനും മാപ്പ് കൊടുക്കുമ്പോൾ ദേ വിൽ ബി മോർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. എനിക്ക് തോന്നുന്നു എവിടെയും നിങ്ങൾക്ക് വെറുക്കാനും ഫോർഗീവ്നെസ്സിന് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫോർഗീവ്. ദാറ്റ് വിൽ ഡിസൈഡ് ദ സ്റ്റോറി ഓഫ് യുവർ ലൈഫ്. അപ്പോൾ ഇത്രയും നേരം നമുക്കിപ്പം സംസാരിച്ചതിന് ഒരുപാട് സന്തോഷം, നന്ദി. അപ്പം ഇനി കാണാം. താങ്ക് യു.